ഹലോ, ഗുഡ് മോർണിംഗ് കാസബ്ലാങ്ക. നമ്മൾ കാസബ്ലാങ്കയിലാണുള്ളത്. അപ്പം ഇവിടെ നമ്മളൊരു റിയാദിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു റിയാദെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മൊറോക്കൻ വീടിനെയാണ് റിയാദെന്ന് പറയുക. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു ടൂറിസ്റ്റ് പർപ്പസിനൊക്കെ വേണ്ടി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു റിയാദിലായിരുന്നു. അല്ലാതെ വളരെ തനതായിട്ടുള്ള റിയാദുകളൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ അല്ല സ്റ്റേ ചെയ്തത്. അപ്പം ഈ സാധാരണ എന്താ പറയുക, ഈ തനതായ റിയാദിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മൊറോക്കൻ ആർക്കിടെക്ചറും അതിൻ്റെ മൊസൈക്ക് ടൈൽസും ലൈറ്റിങ്ങും ഒക്കെയാണ് അതിൻ്റെ പ്രധാന സവിശേഷതകൾ. പിന്നെ ഈ മുറികൾ മുഴുവനും തുറക്കുന്നത് ഈ കോർട്ട്യാർഡിലോട്ട് മാത്രമായിരിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നഗരത്തിലെ തിരക്കിൽ നിന്നും ഭയങ്കര നിശബ്ദവും ശാന്തമായിട്ടുള്ളൊരു ഇടം, അതാണ് റിയാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാസബ്ലാങ്ക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ നഗരമാണ്. അപ്പം മൊറോക്കോയുടെ സാമ്പത്തിക നഗരമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക കേന്ദ്രമാണ് കാസബ്ലാങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇന്ന് അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് തന്നെയായിരുന്നു. അപ്പം ഇനി റെഡി ആയിട്ട് പോവുകയാണ്. നേരത്തെ ഈ ലെമണൊക്കെ ഒരുപാട് എല്ലായിടത്തും നട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഫുൾ അനാറാണ്. ഏറ്റവും കൂടുതൽ മിക്ക സ്ഥലത്ത് ഞങ്ങൾ പോയതും അനാർ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, നമ്മുടെ മാതള നാരങ്ങ. അപ്പം അതിങ്ങനെ വിൽക്കാനും ഒക്കെ ഒത്തിരി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് പിടിക്കുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് എന്താണെന്ന് അറിയാൻ വയ്യ, പക്ഷേ കണ്ടിട്ട് ഒലിവൊക്കെ പോലെ ഉണ്ട്. ഇവിടുത്തെ മിക്ക ഫുഡ് ഐറ്റംസിലും പ്രധാനമായിട്ടുള്ളൊരു സാധനമാണ് ഒലിവ്. ഇനി നമ്മൾ കാസബ്ലാങ്കയുടെ നഗര കാഴ്ചകളിലേക്കാണ് പോകുന്നത്. മൊറോക്കോയിലെ ഏറ്റവും വലിയ നഗരമാണ് കാസബ്ലാങ്ക, അതുപോലെ തന്നെ സാമ്പത്തിക കേന്ദ്രവുമാണ്. അപ്പം അത് ഏറ്റവും വിളിച്ചോതുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അതായത് ഒരു പള്ളിയാണ്. അപ്പോൾ പള്ളിയിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചറും ആർട്ട് ആൻഡ് ഡെക്കോ ഒക്കെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തം. അപ്പോൾ ഹസൻ ടു മോസ്കിലേക്കാണ് പോകുന്നത്. അത് ഈ പറഞ്ഞ ആർക്കിടെക്ചറും അതിൻ്റെ എല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുന്ന ഒരു ദൃശ്യവിരുന്നൊരുക്കുന്ന ഒരു സ്ഥലമാണ് ഈ മോസ്ക്. അപ്പം എന്താ പറയുക, ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും സമയമാണ്, കുറേ ടൈം ലിമിറ്റ്സ് ഉണ്ട്. ആ ഒരു ടൈമിൽ മാത്രമേ നമുക്കത് കയറാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ വസ്ത്രധാരണത്തിന് കുറച്ച് നിയന്ത്രണമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ പറയുന്ന ഒരു ഇതൊക്കെ ഇട്ടിട്ട് വരാൻ പറ്റും. പിന്നെ ഈ മിനാററ്റ് കണ്ടില്ലേ, ഈ മിനാററ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാററ്റുകളിൽ ഒന്നാണ്. ഏകദേശം 210 മീറ്ററാണ് ഇതിനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ പള്ളിയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഈ ഹസൻ ടു മോസ്ക് എന്ന് പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 3-ാം സ്ഥാനമാണ് ഈ പള്ളിക്കുള്ളത്. അതുപോലെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എന്താ പറയുന്ന ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ ഏറ്റവും വലിയ പള്ളിയും ഇത് തന്നെയാണ്. ഈ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയർ ഹാളിന് ഒരേ സമയം ഏകദേശം 25,000 ആൾക്കാർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പള്ളി. അപ്പം ഇത് 1986-93 കാലയളവിലാണ് നിർമ്മിച്ചത്. ഹസൻ ടു മോഹത് രാജാവ് എന്ന് പറയുന്ന ആളുടെ കാലത്താണ് നിർമ്മിച്ചത്. അതുപോലെ ഇത് രൂപകൽപ്പന ചെയ്തത് ഒരു ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ്. ആളുടെ പേര് മിഷേൽ പീസിയോ എന്നാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ടത് ഫുള്ളി ഒരു ഓഷൻ ബ്ലൂ പ്ലസ് ഓഷൻ ഗ്രീൻ. അത് മൊറോക്കയിലെ എല്ലാ സ്ഥലത്തും കണ്ട കരകൗശല വസ്തുക്കളിലും പിന്നെ അവരുടെ എന്താ പറയുന്നത് ടൈലിലും എല്ലാ കാര്യത്തിലും നമ്മൾ കണ്ട ഒരു കളർ കോമ്പിനേഷൻ അതാണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് നല്ലപോലെ കാണാം. അപ്പോൾ മൊസൈക്കും ടൈൽസും വുഡ് കാർവിങ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭയങ്കര എന്താ പറയുക നല്ല ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് ഈ ഹസൻ ടു മോസ്കിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തളങ്ങളൊക്കെ ഭയങ്കര വിശാലമാണ്. അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ നല്ല വെയിലായിരുന്നു ഈ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ നേരെ നോക്കാൻ പറ്റുന്നില്ലായിരുന്നു, നല്ല വെയിലാണ്. പിന്നെ ഈ കാണുന്നത് അറ്റ്ലാന്റിക് ഓഷനാണ്. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് ചേർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ഈ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ആക്ച്വലി ഈ പള്ളിയുടെ ഒരു ഭാഗം സാഗരത്തിൻ്റെ ഉള്ളിലേക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് പ്രകൃതി ദൃശ്യവും അതുപോലെ തന്നെ പ്രകൃതി ദൃശ്യവും പ്രാർത്ഥനയും ഒരുമിച്ച് അനുഭവിക്കാനുള്ളൊരു പ്രത്യേക എന്താ പറയുക സംഭവം ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ കടലോര നഗരം ആയതുകൊണ്ട് തന്നെ ഈ കാസബ്ലാങ്കയിൽ കടൽ വിഭവങ്ങൾക്കൊക്കെ വളരെ പ്രശസ്തമാണ്. ആധുനിക നഗരജീവിതം കൂടുതൽ അറിയാൻ നമ്മൾ ഈ കാസബ്ലാങ്കയിൽ തന്നെ വരണം. അതായത് മൊറോക്കോയുടെ ആധുനിക നഗരജീവിതത്തിനെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെയാണ് ഹസൻ ടു മോസ്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം വീണ്ടും നമ്മൾ നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി ശാന്തമായ സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
കാസബ്ലാങ്ക എന്ന് പറയുന്നൊരു ഫിലിമിനെ ആസ്പദമാക്കിയിട്ട് അതിൽ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഒരു കഫേ ഇവിടെ ഉണ്ട്. റിക്സ് കഫേ എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് എന്താ പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു കഫേയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ വരികയാണെങ്കിൽ അത് പോകുന്നത് നന്നായിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഉപ്പൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ഉപ്പളം എന്നല്ല എൻ്റെ പേര്. അപ്പം അതൊക്കെ കാണുകയുണ്ടായി. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാസബ്ലാങ്ക ഞങ്ങളുടെ ലിസ്റ്റിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. പക്ഷേ അതിന് ഒരുപാട് ദൂരമുണ്ട്. ഈ മറക്കേഷും ഇനി പോകുന്ന സ്ഥലവും തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊരു ഇടത്താവളം പോലെ എന്താ പറയുന്നത് പിക്ക് ചെയ്തൊരു സ്ഥലമാണ് കാസബ്ലാങ്ക. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് മിസ്സായൊരു സ്ഥലമാണ് ഔറിക്ക വാലി. അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി എപ്പോഴെങ്കിലും വന്നിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് മിസ്സായി. പിന്നെ മാരക്കേഷിൽ വേറെ കുറേ സ്ഥലങ്ങൾ നമ്മൾക്ക് കാണാനുണ്ട്. അതായത് ബാഹിയ പാലസ്, ലേ ജാദിൻ സീക്രട്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ മാരക്കേഷിലുണ്ട്. അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ഇനി നമ്മൾ നമ്മുടെ ഡ്രീമി ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അവിടെ എത്തുന്നത് വരെ stay tuned. Bye.